പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മത്തി. എൻ്റെ വില കിലോയ്ക്ക് 300 കടന്ന് പെരുന്നാളായപ്പോഴേക്ക് അത് 400 എത്തി നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പോത്തിറച്ചിക്കൊപ്പം. നവമാധ്യമങ്ങളിലും പത്രങ്ങളിലും TV ചാനലുകളിലുമൊക്കെ എനിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കുറിപ്പ്. ഞാൻ താരമായി, സ്റ്റാറായി, സൂപ്പർ സ്റ്റാറായി എന്നൊക്കെയാണ് വിമർശനങ്ങൾ. നിങ്ങളൊന്ന് ആലോചിക്കണം. തീന്മേശയിലും ഹോട്ടലുകളിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനമായിരുന്നു എനിക്ക്. അതിനു മുമ്പ് എൻ്റെ പൂർവികരുടെ കാലത്ത് തൊടിയിലെ തെങ്ങിന് വളമായി മാറിയത് ഞങ്ങളിൽപ്പെട്ട എത്രയോ പേരാണ്. കഴിഞ്ഞ എത്രയോ കാലമായി ഞാൻ നിങ്ങളുടെ അടുക്കളപ്പുറത്തുണ്ട്. അപ്പോഴും എനിക്കൊരു പ്രധാന സ്ഥാനം നിങ്ങൾ തന്നിരുന്നില്ല. തിരണ്ടിയും സ്രാവും കരിമീനുമൊക്കെ മിനുങ്ങുന്ന സ്റ്റീൽ പാത്രങ്ങളിൽ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് വിലസിയപ്പോൾ എന്നെ നിങ്ങൾ കരിപിടിച്ച കറിച്ചട്ടിയിലിട്ട് മൂലയിൽ തള്ളി. വീട്ടിലെ പൂച്ചകൾക്ക് മാത്രമായിരുന്നു എന്നോട് ഇത്തിരി സ്നേഹം. ഇത്തിരി മീൻചാറില്ലാതെ ചോറുണ്ണുന്നതെങ്ങനെ എന്ന് പറഞ്ഞ് എന്നെ വാങ്ങിയ സാധാരണക്കാർ പോലും പറയുന്നത് കേട്ടിട്ടുണ്ട്. കാശില്ലായിരുന്നു കയ്യിൽ, അതുകൊണ്ട് മത്തിയാ വാങ്ങിയതെന്ന്. എന്ത് സങ്കടമാണത് കേൾക്കുമ്പോൾ. ഇന്നും ഇതേ കിട്ടിയുള്ളോ എന്നും ചോദിച്ച് യുവതലമുറ മുതൽ കാരണവന്മാർ വരെ മുഖം തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചങ്ക് പിടച്ചു പോയിട്ടുണ്ട് അത് കേട്ട്. ഇടത്തരം ഹോട്ടലുകാർ പോലും മുൻവശത്ത് ആളുകളെ ആകർഷിക്കാൻ പതിപ്പിച്ചിരുന്ന വലിയ പോസ്റ്ററുകളിൽ പോലും എൻ്റെ മുഖം വന്നില്ല. അപ്പോഴും പക്ഷേ അവരുടെ അടുക്കളയിൽ ഞാനുണ്ടായിരുന്നു. ഗതികേട് കൊണ്ട് എന്നെ തേടിയെത്തുന്ന ചിലർ ഉണ്ടായിരുന്നത് കൊണ്ടാണത്. അപ്പുറവും ഇപ്പുറവുമൊക്കെ മുന്തിയ പ്ലേറ്റുകളിൽ സവാള പുതച്ച് ജാടയിലിരുന്ന അയല വരെ എന്നെ പരിഹസിച്ചിട്ടുണ്ട്. പൊരിച്ചതും കറിവെച്ചതുമായി എന്നെ വിളമ്പി കാശുണ്ടാക്കിയപ്പോഴും. പോസ്റ്ററുകളിൽ നിറഞ്ഞത് കേരയും ചൂരയും ആവോലിയും ഒക്കെ മാത്രമായിരുന്നു. അപ്പോഴും ഒരു ജനപ്രിയൻ എന്ന നിലയിൽ സാധാരണക്കാരിൽ ചിലർ എന്നെ ചേർത്ത് പിടിച്ചു. അതുമാത്രമായിരുന്നു ആശ്വാസം. പ്ലാസ്റ്റിക് കിറ്റുകളിൽ എന്നെ തൂക്കിപ്പിടിച്ച് കൊണ്ടുപോകുന്നതിൽ അപമാനം തോന്നിയ ചിലർ പട്ടിക്ക് കൊടുക്കാനാണെന്നും പൂച്ചക്ക് കൊടുക്കാനാണെന്നും ഒക്കെ പറയുന്നത് ഞാൻ കേട്ട് കരഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരു നല്ല ദിവസം എനിക്കും ഉണ്ടാകണമെന്ന്. അതുകൊണ്ട് തന്നെ ആരോടും പരാതി പറയാതെ ഞാൻ ഒതുങ്ങി നിന്നു. ഇതിനിടയിൽ അന്യഭാഷാ നടന്മാരെ പോലെ ഒമാനിൽ നിന്നും ദുബായിൽ നിന്നുമൊക്കെ ഞങ്ങളുടെ കുടുംബക്കാർ വന്നെങ്കിലും അവരെയും ആരും വിലവെച്ചില്ല. എന്തായാലും ഇന്നിപ്പോൾ ഞാൻ സന്തോഷത്തിലാണ്. പണ്ടൊക്കെ എന്നെ പൊതിഞ്ഞു പിടിച്ച് രഹസ്യമായി കൊണ്ടുപോയിരുന്നവർ എന്നെ കാണത്തക്ക വിധത്തിൽ കവറുകളിലിട്ട് കൊണ്ടുപോകുന്നു. ചിലരൊക്കെ മറ്റുള്ളവർ കാണട്ടെ എന്ന മട്ടിൽ കവറിലാക്കി കാറിൻ്റെ മുന്നിലിരുത്തി കൊണ്ടുപോകുന്നു. മുൻപൊക്കെ നാറ്റമാണെന്ന് പറഞ്ഞ് കാറിൻ്റെ പരിസരത്ത് പോലും എന്നെ അടുപ്പിച്ചിരുന്നില്ല അവർ. ഇന്നിപ്പോൾ ഒരു താരപദവി കിട്ടിയിരിക്കുന്നു. ചാനലുകളും പത്രക്കാരും സോഷ്യൽ മീഡിയയുമൊക്കെ അത് ആഘോഷിക്കുന്നു. സന്തോഷമുണ്ട്. എൻ്റെ ക്ഷമയുടെയും കഷ്ടപ്പാടിൻ്റെയും ഫലമാണത്. ഈ താരപദവി എത്ര നാൾ ഉണ്ടാകുമെന്നറിയില്ല. എന്നാലും സന്തോഷം. അന്നും ഇന്നും എന്നെ ചേർത്ത് നിർത്തിയ എല്ലാവരോടും നന്ദി. ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്നെ മാത്രം ആശ്രയിച്ച കുറച്ചു പേർക്ക് ഇപ്പോൾ ഞാൻ അന്യനായി പോകുന്നുണ്ടോ എന്നൊരു വിഷമം. ക്ഷമിക്കുക. ഇത്ര നാളും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. അധികം താമസിയാതെ തിരികെ എത്തും. അപ്പോൾ എന്നെ നിങ്ങൾ കൈവിടില്ല എന്ന ഉറപ്പിലാണ് ഈ കളിയൊക്കെ എന്ന് നിങ്ങളുടെ സ്വന്തം മത്തി. ഒപ്പ്. എഴുത്ത് ജയേഷ് മൈനാഗപ്പള്ളി. അവതരണം റഷീദ് മലോൽ.